ഏപ്രിൽ 1-ന് പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുകയാണ്. സാമ്പത്തികവുമായി ബന്ധപ്പെട്ട പല പ്രധാന മാറ്റങ്ങളും നടപ്പിലാക്കി തുടങ്ങുന്നത് ഈ തീയതിയിലാണ്. എല്ലാ ദിവസവും മാസവും ഒരുപോലെ എന്ന് കരുതി അലസമായി ഇടപാട് തുടർന്നാൽ നഷ്ടങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും കാരണമാകും. സർക്കാരിന്റെ ബജറ്റ് നിർദ്ദേശങ്ങളും ഇതോടനുബന്ധിച്ച നികുതി നിർദ്ദേശങ്ങളുമാണ് ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിലാകുന്ന പ്രധാന സാമ്പത്തിക കാര്യം. ശമ്പളക്കാരായ ആദായ നികുതി ദായകർക്ക് സന്തോഷകാലമാണ് ഇനി വരാൻ പോകുന്നത്. അവരുടെ 12.75 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ഇനി മുതൽ നികുതി ഉണ്ടാവില്ല. പുതിയ നികുതി വ്യവസ്ഥ സ്വീകരിച്ചവർക്കാണ് ഈ പരിധി ബാധകമാവുക. പഴയ നികുതി വ്യവസ്ഥയിൽ 5 ലക്ഷം വരെയുള്ള വരുമാനത്തിനാണ് നികുതി ഒഴിവെങ്കിലും വിവിധ ഇളവുകൾ നേടി നികുതി ബാധ്യത കുറയ്ക്കാം. മറ്റു പ്രധാന മാറ്റങ്ങൾ എന്നത് ഏപ്രിൽ 1 മുതൽ ATM വഴിയുള്ള പണം പിൻവലിക്കൽ മാറ്റം വരികയാണ്. മറ്റു ബാങ്കുകളിൽ നിന്ന് പ്രതിമാസം 3 പിൻവലിക്കൽ മാത്രമാണ് സൗജന്യമായി അനുവദിക്കുകയുള്ളൂ. ശേഷം ഓരോ പിൻവലിക്കലിനും 20 രൂപ മുതൽ 25 രൂപ വരെ ഈടാക്കും. SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക് തുടങ്ങിയവ വരുത്തിയ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് സുരക്ഷിതമാക്കുന്നതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ ഏപ്രിൽ 1-ന് പ്രാബല്യത്തിൽ വരും. ബാങ്ക് ശാഖ ഇരിക്കുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ടാകും മിനിമം ബാലൻസ് തുകയും അത് പാലിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന പിഴയും വരിക. നഗരങ്ങളിലാകും മിനിമം ബാലൻസ് തുക കൂടുതലായി വരിക. റിസർവ് ബാങ്ക് നിർദ്ദേശപ്രകാരം പോസിറ്റീവ് പേ സിസ്റ്റം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി 50,000 രൂപയ്ക്ക് മുകളിൽ ചെക്കുകൾ നൽകുന്ന ഉപഭോക്താക്കൾ അവർ നൽകുന്ന ചെക്കുകളുടെ പ്രധാന വിവരങ്ങൾ ബാങ്കിന് നൽകേണ്ടി വരും. ദീർഘകാലമായി ഉപയോഗിക്കപ്പെടാത്ത മൊബൈൽ നമ്പറുകളാണ് UPI അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ഏപ്രിൽ 1 മുതൽ ബാങ്ക് രേഖകളിൽ നിന്ന് അത് നീക്കം ചെയ്യും. ഇത് UPI സേവനങ്ങൾ തടസ്സപ്പെടാൻ കാരണമാകും.